മുമ്പ് 7 തവണ കേരള നിയമസഭയിലേക്ക് മത്സരിച്ച ആളാണ് സഖാവ് ജി സുധാകരൻ. അതിൽ 3 തവണ അദ്ദേഹം പരാജയപ്പെട്ടു, 4 തവണ വിജയിച്ചു. 1 തവണ കായംകുളത്ത് വിജയിച്ചു, പിന്നീട് 3 തവണ അമ്പലപ്പുഴയിലും വിജയിച്ചു. ഓരോ തവണ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടി വരികയാണ് ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹം എന്തെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിച്ചായിട്ട് നമുക്കറിയില്ല. അദ്ദേഹം ആരെങ്കിലും പഴിക്കുകയോ തനിക്ക് സീറ്റ് തരാത്തത് ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് പറയുകയോ ചെയ്തില്ല. അദ്ദേഹത്തോടൊപ്പം സീറ്റ് നിഷേധിക്കപ്പെട്ട വേറെയും ഒരു പറ്റം നേതാക്കന്മാരുണ്ടായിരുന്നു. AK ബാലനുണ്ടായിരുന്നു, അതുപോലെ ഡോക്ടർ തോമസ് ഐസക് ഉണ്ടായിരുന്നു, C രവീന്ദ്രനാഥ് ഉണ്ടായിരുന്നു, നമ്മുടെ EP ജയരാജനുണ്ടായിരുന്നു, ജി സുധാകരനുണ്ടായിരുന്നു, പിന്നെ മന്ത്രിമാരല്ലാത്ത മറ്റ് നേതാക്കന്മാരുണ്ടായിരുന്നു. S ശർമ്മ, അതുപോലെ K സുരേഷ് കുറുപ്പ്, രാജു അബ്രഹാം, KV അബ്ദുൽ ഖാദർ, A പ്രദീപ് കുമാർ, ഇങ്ങനെ പ്രബലരായ പല നേതാക്കന്മാർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു. അത് പാർട്ടി ഒരു മാനദണ്ഡം വെച്ച് അവർ ഒഴിവാക്കി എന്നാണ് പറഞ്ഞത്. അത് ഒരു ശരിയായിരുന്നു എന്നും പറയാം. കാരണം പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ മാറ്റി നിർത്തിയത് എന്നാണ് പുറമേക്കെങ്കിലും പറഞ്ഞ ഒരു വിശദീകരണം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലായി. അതെന്താ വെച്ചാൽ ഇവരെ ഒഴിവാക്കിയതിൻ്റെ പുറകിൽ വേറൊരു ഗൂഢ ഉദ്ദേശമുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ആളുകളിലും ഇതുപോലെ ഒരു വെട്ടിനിരത്തൽ കാണപ്പെട്ടു. മുൻ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, MM മണി, അതുപോലെ AC മൊയ്തീൻ, KK ശൈലജ, ഇങ്ങനെയുള്ള ആളുകളെ മുഴുവനായിട്ടും മൊത്തമായിട്ടും ഒഴിവാക്കി. TP രാമകൃഷ്ണൻ ഉൾപ്പെടെ മുൻ മന്ത്രിസഭയിലുണ്ടായിരുന്ന എല്ലാ CPMകാരെയും ഒഴിവാക്കി. എന്നിട്ട് പുത്തൻ കൂറ്റൻ നേതാക്കന്മാരെ കുറേ പേരെ മന്ത്രിമാരാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് സഖാവ് മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തെ മരാമത്ത് മന്ത്രിയാക്കി ഏറെക്കുറെ അനൗപചാരികമായിട്ട് മന്ത്രിസഭയിലെ 2ാം സ്ഥാനക്കാരനാക്കി യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോഴാണ് മുതിർന്ന നേതാക്കന്മാർക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ പുള്ളി നമ്മളെ ഏമാത്തുകയായിരുന്നു. മാനദണ്ഡം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിനെ ചുളിവിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ 2ാം സ്ഥാനക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ രാജ്യം നന്നാൻ വേണ്ടിയിട്ടോ പാർട്ടി നന്നാൻ വേണ്ടിയിട്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജനാടിത്തറ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഭരണം മേന്മ കൂടുതലുള്ളതാക്കാൻ വേണ്ടിയിട്ടും അല്ല. അവിടെ മുതൽക്ക് ഈ തിരുമുമ്പിൽ സേവകരായ ആളുകളെല്ലാവരും പിണറായി സഖാവിനെ സ്തുതിക്കുന്ന കൂട്ടത്തിൽ റിയാസ് സഖാവിനെയും സ്തുതിക്കാൻ തുടങ്ങി. റിയാസിനെ സ്തുതിക്കാത്തവരുടെ സ്തുതി പിണറായി സ്വീകരിക്കുകയില്ല. ഞാൻ തന്നെ സത്യവും വഴിയും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്നൊരു ബൈബിൾ വചനമുണ്ട്. അത് റിയാസിൻ്റെ കാര്യത്തിൽ വളരെ ശരിയായി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ ഭാര്യാപിതാവിനെ സമീപിക്കുകയില്ല എന്ന രീതിയിൽ CPMകാർ ഇത് മാറ്റി എഴുതി. അങ്ങനെ റിയാസിൻ്റെ താരമൂല്യം വർദ്ധിച്ചു. ഇത് ആദ്യകാലത്ത് പാർട്ടിക്കാർക്ക് പറയാൻ മടിയായിരുന്നു, നാണമായിരുന്നു. കാരണം മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്തൊരു സെറ്റപ്പിൽ ഒരാളുടെ മകനോ മകളുടെ ഭർത്താവോ ഒക്കെ ഇതുപോലെ പ്രബലരാകാന്ന് വെച്ചാൽ സാധാരണ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവരും തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നു. കാര്യം ഈ വിടുവായനാണെങ്കിലും നമ്മുടെ PV അൻവറാണ് ഈ കാര്യം തുറന്നു പറഞ്ഞത്. കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് മാർക്സിസം ലെനിനിസവും അല്ല, നേരെ മറിച്ച് പിണറായിസവും മരുമോനിസവുമാണ് എന്ന് അൻവർ പറഞ്ഞപ്പോൾ അതുവരെ മനസ്സിലടക്കി പിടിച്ചിരുന്ന മറ്റ് മാർക്സിസ്റ്റ് നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഈ കാര്യം വ്യക്തമായി സ്പഷ്ടമായി. അങ്ങനെ അവരൊക്കെ വേണമെങ്കിൽ കലാപക്കൊടി ഉയർത്താം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ അതിന് പാത്രത്തിലുള്ള സംഘടനാ സംവിധാനമോ ബഹുജന പിന്തുണയും പല നേതാക്കന്മാർക്കും ഇല്ല. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് വലിയൊരു റിബലാവണമെന്ന് ആഗ്രഹിച്ചാലും ജനപിന്തുണയില്ലല്ലോ. മാത്രമല്ല ശബരിമല കേസിൽ ഒരു കാലം അകത്തായിട്ട് നിൽക്കുകയാണ്. തോമസ് ഐസക്കാണെങ്കിൽ ബുദ്ധിജീവിയാണ്, പുള്ളിക്ക് താത്വികമായ അവലോകനം മാത്രമേ പറ്റുള്ളൂ, ബഹുജന ബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പല പരാധീനതകളുള്ള ആളുകളാണ്. പിന്നെ സുരേഷ് കുറുപ്പിനെ പോലുള്ള മാന്യന്മാർ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ച് വീട്ടിൽ പോയി കൊച്ചുമക്കളെ കളിപ്പിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിണതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അതിന് സമാധാനമായിട്ട് ആലപ്പുഴയിൽ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുതൽക്ക് തന്നെ ജി സുധാകരനെ പലരിലും താഴ്ത്തിക്കെട്ടാൻ അവഹേളിക്കാനുള്ള ശ്രമം നടന്നു. സുധാകരൻ്റെ സ്ഥാനാർത്ഥി H സലാമിൻ്റെ കൂടി പോസ്റ്ററുള്ള പടമുള്ള പോസ്റ്ററുകൾ കീറിക്കളഞ്ഞു. അതുപോലെ ഇലക്ഷന് ശേഷം ഭൂരിപക്ഷം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് സലാം ഒരു പരാതി എഴുതിയിട്ട് സംസ്ഥാന കമ്മിറ്റി കൊടുത്തു. സംസ്ഥാന കമ്മിറ്റി അതേക്കുറിച്ച് പഠിച്ച് ഗവേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാനായിട്ട് സഖാവ് ഇളവര കരീമിനെ നിയോഗിച്ചു. കരീം കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുധാകരൻ്റെ പേരിൽ പാർട്ടി നടപടിയെടുത്തു, അദ്ദേഹത്തെ ശാസിച്ചു. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ സുധാകരൻ ഒരു കാര്യം മനസ്സിലായി, ഇത് ഒരു നടക്കി പോവുകയില്ല.
മാത്രമല്ല പുന്നപ്പുറ വയലാർ സമരത്തിൻ്റെ വാർഷിക ദിനത്തിൽ എത്ര കാലമായിട്ട് ഇദ്ദേഹമാണ് പതാക ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ ആ തവണ പതാക ഉയർത്താൻ വേണ്ടി ക്ഷണിച്ചില്ല, ഞങ്ങളതിന് ഉയർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയുടെ വാർഷികം നടക്കുമ്പോൾ അവിടെയും സുധാകരൻ പങ്കെടുപ്പിക്കുന്നില്ല. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത്. അപ്പോൾ സുധാകരൻ ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും പരിണതഫലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് എത്ര വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയും, അല്ലെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയത് അഖില കേരള അടിസ്ഥാനത്തിൽ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതെങ്ങനെ അവസാനിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും മാർക്സിസ്റ്റുകാരുടെ ദുർഭരണം തുടരാൻ തന്നെയാണ് സാധ്യത. ലാൽ സലാം.